നമസ്കാരം. കേട്ടറ്റ് സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രാവിലെ മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളടങ്ങുന്ന MCQs ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്നാമത്തേത്, ഗാഗ്നിയുടെ പഠന ശ്രേണിയിൽ ഏറ്റവും ഉന്നതമായ തലം ഏതാണ്? ഓപ്ഷൻ എ ആശയ പഠനം, ബി തത്വ പഠനം, സി പ്രശ്ന പരിഹരണം, ഡി അടയാള പഠനം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രശ്ന പരിഹരണം. രണ്ടാമത്തെ ചോദ്യം, പ്രശ്ന പരിഹരണത്തിന് അവലംബിക്കുന്ന കൃത്യതപ്പെടുത്തിയ ഘട്ടങ്ങളെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്, ബി അൽഗോരിതം, സി കേസ് സ്റ്റഡി, ഡി സംവാദം. സ്റ്റെപ്സ് അടങ്ങിയിരിക്കുന്നത് അൽഗോരിതമാണ്. മൂന്നാമത്തെ ചോദ്യം, കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ എ പിയാഷെ, ബി വൈഗോട്സ്കി, സി സ്കിന്നർ, ഡി ബ്രൂണർ. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജെറോം എസ് ബ്രൂണർ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് മുഖേന അറിയിക്കേണ്ടതാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം, ബോബോ ഭാവ പരീക്ഷണം അല്ലെങ്കിൽ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയത് ആരാണ്? ഓപ്ഷൻ എ ആൽബർട്ട് ബെന്തൂര, ഓപ്ഷൻ ബി സ്കിന്നർ, സി തോണ്ടേക്ക്, ഡി കോഹ്ലർ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ആൽബർട്ട് ബെന്തൂര. അടുത്ത ചോദ്യം, ശിശുക്കളിലെ ഭാഷാവികാസത്തിൽ 6 മാസത്തെ ഘട്ടം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ കൂയിങ്, ബി ബാബ്ലിംഗ്, സി ഒറ്റവാക്ക് ഘട്ടം, ഡി ടെലിഗ്രാഫിക് സംസാരം. നമ്മളുടെ ഇന്ന് രാവിലത്തെ വീഡിയോ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടിയേനെ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബാബ്ലിംഗ്. അപ്പോൾ ആ സീരീസ് കാണാത്തവർ അത് കണ്ടിട്ട് MCQs ചെയ്യാൻ നോക്കുക. ആറാമത്തെ ചോദ്യം, ഭാഷാവികാസം പ്രവർത്തന അനുബന്ധനം അല്ലെങ്കിൽ ഒപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണെന്ന് വാദിച്ചത് ആരാണ്? ഓപ്ഷൻ എ ചോംസ്കി, ബി പിയാഷെ, സി സ്കിന്നർ, ഡി ബ്രൂണർ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, BF സ്കിന്നർ. ഏഴാമത്തെ ചോദ്യം, നിരീക്ഷണ പഠനത്തിലെ 4 ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ശ്രദ്ധ, നിലനിർത്തൽ, വിവേചനം, അഭിപ്രായം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, വിവേചനം. അടുത്ത ചോദ്യം, എറിക് എറിക്സന്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട്? ഓപ്ഷൻ എ 4, ബി 6, സി 8, ഡി 5. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 8 ഘട്ടങ്ങൾ. വിശ്വാസം, അവിശ്വാസം, അങ്ങനെ നമ്മളൊരു ഘട്ടത്തിൽ നേടേണ്ട അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ നേടേണ്ട 2 കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു 8 കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. വിശ്വാസം, അവിശ്വാസം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഏത് പ്രായഘട്ടത്തിലാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ 1.5 മുതൽ 3 വയസ്സ്, ബി ജനനം മുതൽ 1.5 വയസ്സ്, സി 3 മുതൽ 6 വയസ്സ്, ഡി 6 മുതൽ 12 വയസ്സ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജനനം മുതൽ 1.5 വയസ്സ് വരെ. സ്വ അവബോധം വേഴ്സസ് റോൾ സംശയം ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ബാല്യം, ബി യൗവനം, സി കൗമാരം, ഡി വാർദ്ധക്യം. റോൾ സംശയം വരുന്നത് കൗമാര പ്രായഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, നൈതിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ ലോറൻസ് കോൾബർഗ്, ബി പിയാഷെ, സി വൈഗോട്സ്കി, ഡി ബ്രൂണർ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ലോറൻസ് കോൾബർഗ്. 12ാമത്തെ ചോദ്യം, ഹൈൻസ് ഡിലേമ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാമൂഹിക വികാസം, ബി വൈജ്ഞാനിക വികാസം, സി സാൻമാർഗിക വികാസം, ഡി ഭാഷാ വികാസം. ഹൈൻസ് ഡിലേമ ഓപ്ഷൻ സി സാൻമാർഗിക വികാസവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, ശിക്ഷയും അനുസരണയും കോൾബർഗിൻ്റെ ഏത് തലത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ പൂർവ്വ യാഥാസ്ഥിക ഘട്ടം, ബി യാഥാസ്ഥിക ഘട്ടം, സി യാഥാസ്ഥികാന്തര ഘട്ടം, ഡി സാമൂഹിക വ്യവസ്ഥാ ഘട്ടം. ശിക്ഷയും അനുസരണം പൂർവ്വ യാഥാസ്ഥിക ഘട്ടം അല്ലെങ്കിൽ ലെവൽ 1ലാണ് അത് അടങ്ങിയിരിക്കുന്നത്. നല്ല കുട്ടി, നല്ല പെൺകുട്ടി എന്ന ബോധം ഉണ്ടാകുന്നത് ഏത് തലത്തിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, യാഥാസ്ഥിക ഘട്ടത്തിൽ.
പിയാഷെയുടെ സാൻമാർഗിക ഘട്ടങ്ങളിൽ 0 മുതൽ 5 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഹെറ്ററോമി അതോറിറ്റി, ബി ഹെറ്ററോമി റെസിപ്രോസിറ്റി, സി അനോമി, ഡി ഓട്ടോമി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, അനോമി. 16-ാമത്തെ ചോദ്യം, പ്രശ്ന പരിഹരണത്തിന് ഉൾക്കാഴ്ച ആവശ്യമാണെന്ന് പറഞ്ഞ വിഭാഗം ഏതാണ്? ഓപ്ഷൻ എ ചേഷ്ടവാദം, ബി ഗസ്റ്റാൾട്ട് വാദം, സി സംജനാത്മകവാദികൾ, ഡി മാനവികവാദികൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗസ്റ്റാൾട്ട് വാദികളാണ്. 17-ാമത്തെ ചോദ്യം, അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രശ്ന പരിഹരണ രീതി ഏതാണ്? ഓപ്ഷൻ എ അൽഗോരിതം, ബി ഹ്യൂറിസ്റ്റിക്, സി സംവാദം, ഡി കേസ് സ്റ്റഡി. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. 18-ാമത്തെ ചോദ്യം, പ്രൈവറ്റ് സ്പീച്ച് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻ എ പിയാഷെ, ബി ചോംസ്കി, സി വൈഗോട്സ്കി, ഡി ബ്രൂണർ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈഗോട്സ്കി. ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി ഏത് പ്രായത്തിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6 മുതൽ 12 വയസ്സ് വരെ. ഭാഷാ പഠനത്തിൽ മാതൃക നൽകൽ അല്ലെങ്കിൽ മോഡലിംഗ് പ്രാധാന്യമർഹിക്കുന്ന എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ ബന്ദൂര, ബി സ്കിന്നർ, പിയാഷെ, ഡി ചോംസ്കി. മാതൃക നൽകൽ ആൽബർട്ട് ബന്ദൂരയുടെ ആശയം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് LAD എന്ന ആശയം ആരുടേതാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമുകളിലും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓപ്ഷൻ എ സ്കിന്നർ, ബി വൈഗോട്സ്കി, സി ചോംസ്കി, ഡി ബ്രൂണർ. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, നോം ചോംസ്കി. 23-ാമത്തെ ചോദ്യം, 24 മാസമുള്ള ഒരു കുഞ്ഞിൻ്റെ ഭാഷാ വികാസത്തിൽ കാണുന്ന സവിശേഷത ഏതാണ്? ഓപ്ഷൻ എ ബാബ്ലിംഗ്, ബി ഇരട്ട പദങ്ങൾ പറയൽ, സി 1000 വാക്കുകൾ പറയൽ, ഡി മുഴുവാചകങ്ങൾ പറയൽ. 24 മാസം എന്ന് പറയുമ്പോൾ 2 വയസ്സായി, അപ്പോൾ ഇരട്ട പദങ്ങൾ പറയൽ അല്ലെങ്കിൽ ഫ്രേസസ് പറയുന്നതാണ് ശരി ഉത്തരം. 24-ാമത്തെ ചോദ്യം, കോൾബർഗിൻ്റെ ഏത് ഘട്ടത്തിലാണ് നിയമ സുസ്ഥിത പാലനം വരുന്നത്? ശരി ഉത്തരം 4-ാം ഘട്ടത്തിലാണ്, യാഥാസ്ഥിക ഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഓപ്ഷൻ എ ബന്ദൂര, ബി എറിക്സൺ, സി കോൾബർഗ്, ഡി സ്കിന്നർ. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, എറിക് എച്ച് എറിക്സൺ ആണ്. അടുത്ത ചോദ്യം, പ്രായോഗികമായ ആപേക്ഷിതത്വം കോൾബർഗിൻ്റെ ഏത് ഘട്ടത്തിലാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2-ാം ഘട്ടത്തിൽ. സ്കിന്നർ ഏത് വിഭാഗത്തിൽപ്പെട്ട മനഃശാസ്ത്രജ്ഞനാണ്? ഓപ്ഷൻ എ ചോഷ്ടവാദി, ബി സംജ്ഞാത്മകവാദി, സി മാനവികവാദി, ഡി സാമൂഹികവാദി. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ബിഹേവിയറിസ്റ്റ് ആണ്. 28-ാമത്തെ ചോദ്യം, മനസന്തുലനം ഓർ തളർച്ച ഏത് കാലഘട്ടത്തിലാണ്? ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പയർ. ഓപ്ഷൻ എ യൗവനം, ബി മധ്യവയസ്സ്, സി വാർദ്ധക്യം, ഡി കൗമാരം. ശരി ഉത്തരം ഓപ്ഷൻ സി വാർദ്ധക്യത്തിലാണ് ഇത് വരുന്നത്. 29-ാമത്തെ ചോദ്യം, സദാചാര വികാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടം 6-ാം ഘട്ടം ഏതാണ്? സാമൂഹിക ഉടമ്പടി, നിയമപാലനം, സാർവത്രിക സദാചാര പാലന തത്വം, ഡി നല്ല കുട്ടിബോധം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, സാർവത്രിക സദാചാര പാലന തത്വം. 30-ാമത്തെ ചോദ്യം, പ്രൈവറ്റ് സ്പീച്ച് കുട്ടികളെ എന്തിനാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ ഭാഷാ പഠനം, ബി സ്വയം നിയന്ത്രിക്കാനും വഴികാട്ടുവാനും, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ, ഡി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ. പ്രൈവറ്റ് സ്പീച്ചാണ്, ഓപ്ഷൻ ബി ആണ്, സ്വയം നിയന്ത്രിക്കാനും വഴികാട്ടുവാനും. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് മുഖേന എഴുതി അറിയിക്കുക. ഓക്കെ, താങ്ക് യു.